അങ്ങനെ പുതുമത്സരത്തിൽ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ ചാലഞ്ചിനായി ഒരുങ്ങുകയാണ്. എന്ത് കോപ്പാണ് ചെയ്യുന്നത് എന്ന് ആദ്യം തന്നെ ചോദിക്കണം. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പായിട്ട് അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടാൻ പോകുന്നത് നമ്മൾ പരാജയപ്പെട്ട പഞ്ചാബ് എഫ്സിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു മത്സരം എന്ന് പറയുന്നത്, ഈ മത്സരം വിജയിച്ചിട്ടില്ലെങ്കിൽ ഈ ടീമിനെ ഫോളോ ചെയ്യുന്നത് വേസ്റ്റ് ആണെന്ന് പറയാം. കാരണം കൂടി പറയുകയാണ്, വെറും ഒരൊറ്റ ഫോറിൻ പ്ലെയർ കൊണ്ട് ഫുൾ ഓൺ ഇന്ത്യൻ പ്ലെയേഴ്സുമായിട്ടാണ് പഞ്ചാബ് എഫ് സി ഈ മത്സരത്തിലേക്ക് വരാനായിട്ട് പോകുന്നത്. അവരുടെ സ്ട്രൈക്കറായിട്ടുള്ള ലൂക്ക മാച്ചനും വിദാലും, ഇവർക്ക് രണ്ടുപേർക്കും സസ്പെൻഷനാണ്. വിദാലിന് കഴിഞ്ഞ മത്സരത്തിൽ കിട്ടിയ റെഡ് കാർഡും ലൂക്ക മാച്ചന് 4 യെല്ലോ കാർഡിന്റെ സസ്പെൻഷനും. അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഫിലിപ്പിനും അതുപോലെ തന്നെ അവരുടെ ഡിഫൻസർ ആയിട്ടുള്ള ഇവാനും പരിക്കാണ്. അവസാന വിദേശ താരമായി ലെഫ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന അസ്മർ സുൽജിക്ക് മാത്രമാണ്. പുള്ളി ഒരു റൈറ്റ് വിങ്ങറാണ്. അപ്പോൾ സ്ട്രൈക്കറായിക്കൊണ്ട് ആരെ കളിപ്പിക്കും? അവരുടെ ആ ഒരു ഫുൾ ഓൺ ഇന്ത്യൻ പ്ലെയേഴ്സും ഒറ്റ ഫോറിൻ താരവുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനായിട്ട് അവർ വരുന്നത്. അവരുടെ ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയുന്നത് ലൂക്ക മാച്ചനും വിദാലും ആയിരുന്നു. ഇവർ രണ്ടുപേരും ഔട്ടാണ്. അപ്പോൾ ഗോൾ സ്കോറിങ് ഏകദേശം കമ്മിയാവും എന്നുള്ളതിൽ നമുക്ക് ഉറപ്പ് ഏകദേശം പറയാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഗോളുകൾ കണ്ടെത്തുന്നുണ്ട്, ഗോളുകൾ വഴങ്ങുന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നം. ഈ മത്സരത്തിൽ ഗോളുകൾ അടിക്കാതെ ഇരുന്ന പിന്നെ പറയണ്ട. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥകൾ വെച്ചുകൊണ്ട് പുതിയ ട്രാൻസ്ഫറുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, നോവോ സദോയെ കേന്ദ്രീകരിച്ച് നടത്തുന്ന അറ്റാക്കുകൾ ഏകദേശം എല്ലാ ടീമുകളും അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാൻ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം പന്ത് കൈ കിട്ടിക്കഴിഞ്ഞാൽ നോവയിലേക്ക് പാസ് ചെയ്യും. അത് ഏകദേശം എല്ലാ ടീമുകളും മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇനി ഈ ഒരു മത്സരത്തിൻ്റെ ഒരു ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ, അവർ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് 3-4-3 എന്ന് പറയുന്ന ഒരു ഫോർമേഷനാണ്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫോർമേഷൻ പഞ്ചാബ് എഫ് സി ഈ ഒരു മത്സരത്തിലേക്ക് പോകും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. കാരണം അവരൊരു അത്യാവശ്യം ഡിഫെൻസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു പോയിന്റ് എങ്കിലും കരസ്ഥമാക്കി എടുക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഏക ലക്ഷ്യം. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും നല്ല ഹൈ പ്രസിങ് ഗെയിം തന്നെ വേണം. അതായിരിക്കണം ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകേണ്ടത്. അതിനുകൊണ്ട് തന്നെ നോവോ സദോയെ കേന്ദ്രീകരിക്കാതെ ജിമിനസ് പരിക്കിന്റെ പിടിയിലാണ്. അതുകൊണ്ട് തന്നെ പെപ്രയെയും അതുപോലെ തന്നെ ലൂണയെയും ആശ്രയിച്ചുകൊണ്ടും റൈറ്റ് വിങ്ങിൽ അമോവ പ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്കാണ് പ്രതീക്ഷിക്കുന്നത്. കുറോസിങ്ങിന്റെ കഴിഞ്ഞ മത്സരത്തിന്റെ ആ മിസ്റ്റേക്ക് ഒന്നും നമ്മൾ ഇവിടെ കണക്കാക്കുന്നില്ല. എങ്ങാണ് സംഭവിക്കാം, പക്ഷേ ഹീസ് എ ഗ്രേറ്റ് പ്ലെയർ. അതുകൊണ്ട് തന്നെ അവസരങ്ങൾ കൊടുക്കണം. ഇനി ഡിഫൻസിന്റെ ഭാഗം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ലോണിൽ പ്രബീർ ദാസ് ഇതാ മുംബൈയിലേക്ക് പറഞ്ഞു വിട്ടാൻ പോവുകയാണ്. ഇനി അടുത്തൊരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് രാഹുലിൻ്റെയാണ്. അത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. രാഹുൽ KP ഒഡീസ എഫ് സിയിലേക്ക് കൂടുമാറാനായിട്ട് പോകുന്നു എന്നുള്ളത് എന്തായാലും നല്ലൊരു കാര്യമാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് മിറ്റ്സ് മിസ് വെയിൽ സൈനിങ് ഔട്ട്.